പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പുകാല ധ്യാനം കുറേ കൂടി ആത്മവിശുദ്ധീകരണത്തിലൂടെ ഫലം പുറപ്പെടുവിക്കുന്നൊരു കാലഘട്ടമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളെ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷമനുസരിച്ച് യേശു ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം നമ്മൾ വായിക്കുന്നത് മർക്കോസ് 11 അപ്പം ഈ മർക്കോസ് 11 നമ്മൾ ദേവാലയം ശുദ്ധീകരിക്കുന്നു. ആ ദേവാലയം ശുദ്ധീകരിക്കുന്നത് ഈശോ പറഞ്ഞു, നിങ്ങൾ നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് അത് പുനരുദ്ധരിക്കും. അപ്പോൾ എല്ലാവരും നശിപ്പിച്ചിട്ടും 3 ദിവസം കൊണ്ട് യേശു പുനരുദ്ധരിച്ച ആ ദേവാലയം എന്നത് യേശുവിൻ്റെ ശരീരമാണ്. അവൻ പറഞ്ഞത് അവൻ്റെ ശരീരമാവും ദേവാലയത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് യേശുവിൻ്റെ സഭയെക്കുറിച്ചാണ്. സഭയോടൊപ്പം നമ്മൾ ധ്യാനിക്കുന്ന ഒരു വചനഭാഗമാണ്. ആ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ മുമ്പ് ഈശോ ചെയ്യുന്നൊരു പ്രവൃത്തി ഇതാണ്. 11 അധ്യായം 12 മുതൽ വചനങ്ങൾ. അടുത്ത ദിവസം അവൻ ബഥാനിയയിലേക്ക് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരത്തിമരം കണ്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാകാം എന്ന് വിചാരിച്ച് അടുത്തിയെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ഫലം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഒരു പക്ഷേ ബൈബിൾ പണ്ഡിതന്മാർ ഇതിനെ പറയുന്നത് ഒരു അടയാളമായിട്ടാണ്. അത്തിമരത്തെ ശപിക്കുന്നത് ഒരു അടയാളമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവർ, ഇത് ഈശോ ജെറുസലേമിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, യേശുവിൻ്റെ ജെറുസലേം പ്രവേശനം നമുക്കറിയാം, അവിടെയാണ് യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും നടക്കുന്നത്. അപ്പോൾ യേശു അവിടേക്ക് വരുമ്പോൾ തളിരിട്ട് നിൽക്കുന്നൊരു അത്തിമരം. യേശു ചിന്തിച്ചു, എന്തെങ്കിലും ഉണ്ടാകും, അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ യേശുവിന് വളരെ സുപരിചിതമാണ് ഈ അത്തിമരം അത് കായ്ക്കുന്നത്. പക്ഷേ ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ അത്തിമരം ഇങ്ങനെ തളിരിട്ട് നിൽക്കുമ്പോൾ ഈ അത്തിപ്പഴങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തൊലിയോട് ചേർന്ന് ഒരു ചെറിയ മുഴ പോലെ അത് അങ്ങനെയൊരു കായ് അതിൽ കാണും. അത് ഭക്ഷണയോഗ്യമാണ്. വെയിലത്ത് വരുന്നവർ അത് കഴിക്കാറുണ്ട്. അപ്പോൾ അത്തിപ്പഴങ്ങളുടെ കാലമല്ലെങ്കിലും ഈ അത്തിമരങ്ങളോട് ചേർന്നുണ്ടാകുന്ന ഈ കായ് അല്ലെങ്കിൽ ഈ ഭക്ഷണയോഗ്യമായ വസ്തു അതിലുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ യേശു ചെല്ലുന്നു, അത് കാണുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തളിരിട്ട് നിൽക്കുന്ന വിശന്നു തളിരിട്ട് നിൽക്കുന്ന അത്തിമരം എന്തിനെ സൂചിപ്പിക്കുന്നു? എല്ലാ കാലഘട്ടത്തിലും സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഫലം പുറപ്പെടുവിക്കേണ്ടവനാണ് ഒരു ക്രൈസ്തവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മണിക്കൂറിൽ ധ്യാനിക്കേണ്ട ഒരു കാര്യം, ഇന്ന് മതാത്മകത കൂടുകയും ക്രൈസ്തവികത കുറയുകയും ചെയ്യുന്നു. നമ്മൾ ധ്യാനിച്ചതാണ് ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നത്, ക്രിസ്തു മതം എന്നത് ഒരു മതത്തെക്കാൾ ഉപരി അതൊരു ജീവിത രീതിയാണ്. ഇന്ന് നമുക്ക് മതാത്മകത കൂടുകയാണ്. ഇപ്പം നോയമ്പ് കാലഘട്ടത്തിൽ ഒരുപാട് നിഷ്കർഷയുണ്ട്. ബാഹ്യമായ മത്സ്യം, മാംസം വർജിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിവാഹം പാടില്ല, അങ്ങനെ ഒരുപാട് എക്സ്റ്റേണലായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങൾ പാടില്ല, അങ്ങനെ ഭക്ഷണ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇതാണ്, ആത്മീയ ജീവിതം വളരുന്നുണ്ടോ? മതാത്മകത ഇന്ന് വളരുന്നുണ്ട്. ഇന്നെല്ലാവരും പറയുന്നത്, എല്ലാത്തിനെയും വ്യാഖ്യാനിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മതത്തിനപ്പുറത്ത് ഒരാത്മീയതയിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ? ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ മതാത്മകതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉള്ള നടത്തമാകണം നോയമ്പ് കാലഘട്ടം. മതാത്മകത ഇന്ന് വല്ലാതെ കൂടുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു പരിധിവരെ അതിനെ അത് വേണ്ട എന്നല്ല വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അത് വേണ്ട എന്നല്ല, മറിച്ച് നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പറയുന്നു, ഞാൻ നിയമത്തെ ഇല്ലാതാക്കാനല്ല, നിയമത്തെ പൂർത്തീകരിക്കുവാനാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ കാണും, അനന്തരം ജെറുസലേമിൽ ഫരിസേയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നതുകൊണ്ട് പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാട് ആയി കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കി കളയുന്നു. എന്നിട്ട് ഈശോ അവരെ കുറ്റപ്പെടുത്തുകയാണ്, കപടനാട്യക്കാരെ എന്ന് പറഞ്ഞുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പല കാര്യങ്ങൾ ഈശോ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. വചനം നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ യേശു എന്തിനെയാണ് കുറ്റപ്പെടുത്തുന്നത് എന്ന് വെച്ചാൽ ആത്മീയതയില്ലാത്ത മതാത്മകത. നിങ്ങൾ ഇവയാണ് ചെയ്യേണ്ടത്, മറ്റത് ഒഴിവാക്കാതെ. അതാണ് യേശു പറയുന്ന വാക്ക്. നിങ്ങൾ ഇവയാണ് ചെയ്യേണ്ടത്, മറ്റത് ഒഴിവാക്കണം. ഒഴിവാക്കണമെന്നല്ല, പാരമ്പര്യത്തെ ഇല്ലാതാക്കണമെന്നല്ല, പക്ഷേ ഹൃദയത്തോട് ബന്ധമില്ലാത്ത എല്ലാ ആചാരങ്ങളെയും യേശു കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളയടിച്ച കുഴിമാടമെന്ന്, അതുകൊണ്ടാണ് കപടനാട്യക്കാരെ എന്ന് ഈശോ വിളിക്കുന്നത്. ഈശോ ഇത്ര കൃത്യമായിട്ട് വിമർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആത്മീയത എന്നത് പുറമേ കാണിക്കുന്നതല്ല, നമ്മുടെ സ്വകാര്യത, നമ്മുടെ ഉള്ളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കറിയാം, ഈശോ പറയുകയാണ്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. എത്രയോ തവണയാണ് വചനത്തിൽ പറയുന്നത്. നമുക്ക് പല അധ്യായങ്ങളിലും നമുക്ക് കാണാൻ പറ്റും, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. മുന്തിരിച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ, അത്തിമരത്തിൽ നിന്ന് മുന്തിരിയോ പറിക്കില്ല. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം ലഭിക്കില്ല. അപ്പോൾ ഈശോ ഇത് പറയുന്നുണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. വൃക്ഷം നല്ലതെങ്കിൽ ഫലവും നല്ലത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്കറിയാം നമ്മളുടെ ചുറ്റും പല വൃക്ഷങ്ങൾ നമ്മൾ കാണും, അല്ലേ? ചില വൃക്ഷങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നു, നമ്മൾ അതിനടുത്തെത്തുന്നു, അത് നമ്മൾ നടുന്നു, നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. ഇനി നമുക്ക് വേറൊരു കാര്യം അറിയാം, ഒരു ഫലവും പുറപ്പെടുവിക്കാത്ത വൃക്ഷങ്ങളുണ്ട്. ഒരു ഫലവുമില്ല. വലിയ വൃക്ഷങ്ങളൊക്കെയാണ്, ഒരു ഫലവുമില്ല. പക്ഷേ അതിൻ്റെ പ്രത്യേകത, അതൊരു ഫലവുമില്ലെങ്കിലും അത് ആ വൃക്ഷമാണ് എന്നതുകൊണ്ട് തന്നെ അത് തണൽ നൽകുന്നുണ്ടാകാം, എന്തെങ്കിലും ഒക്കെ. വേറെ ചില വൃക്ഷങ്ങളുണ്ട്, നമുക്കറിയാം, ചീത്ത ഫലം തരുന്ന വൃക്ഷങ്ങൾ. ചില വൃക്ഷങ്ങളുടെ ഫലമോ അല്ലെങ്കിൽ അതിൻ്റെ ഇലയോ നമ്മുടെ ശരീരത്തിൽ കൊണ്ടാൽ മതി നമുക്ക് അപകടമാകുന്ന തരത്തിലുള്ള വിഷം അല്ലെങ്കിൽ പോയിസൺ ഉള്ള വൃക്ഷങ്ങളുമുണ്ട്. ചില വിഷങ്ങളുടെ ഫലം ഭയങ്കര വിഷമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഏത് തരത്തിലുള്ള വൃക്ഷമാണ്? ഞാൻ നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാണോ? ഇതാണ് ഈശോ പറയുന്നത്, ഫലത്തിൽ നിന്ന് വൃക്ഷം അറിയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ക്രൈസ്തവ ജീവിതം നമ്മൾ ക്രൈസ്തവ ജീവിതം എന്ന് പറയുമ്പോൾ അതുണ്ട്, അത് ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ്, അല്ലേ? നിങ്ങളെ എതിർക്കുന്നവരെ എതിർക്കരുത്, ചോദിക്കുന്നവന് കൊടുക്കുക, അല്ലേ? ഇങ്ങനെ ഒരു കരണത്തിൽ നിൽക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കുക. ഒരു ആത്മീയതയാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു എതിരാണ്. അതിന് വിലയുണ്ട്. മറ്റുള്ളവരെല്ലാം തോൽപ്പിക്കുക എന്നത് മാത്രമല്ല, ഞാൻ തോൽക്കാൻ തയ്യാറാകണമെങ്കിൽ എനിക്കൊരു ബലം വേണം. ഒരു കർണത്ത് അടിക്കുന്നവന് മറുകർണം കൂടി കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരാത്മീയത വേണം. മേലങ്കി എടുക്കുന്നവന് കുപ്പായം കൂടി കൊടുക്കണമെങ്കിൽ ആത്മീയത വേണം. 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവന് കൂടെ 2 മൈൽ നടക്കണമെങ്കിൽ ഒരാത്മീയത വേണം. അപ്പോൾ ഇത് ഈശോ പറയുന്നത് ഒരാത്മീയതയെക്കുറിച്ചാണ്. ഓർക്കുക, നമ്മൾ ആത്മീയ മനുഷ്യനാണോ അതോ പ്രിയപ്പെട്ടവരെ
നമ്മൾ മതാത്മക മനുഷ്യനാണോ? ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു, ഇത് വേണം, പക്ഷേ ആ കുർബാനയുടെ ജീവിതം ഞാൻ തുടരുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നു, ആ പ്രാർത്ഥന എൻ്റെ ബന്ധങ്ങളിലൂടെ വെളിപ്പെടുന്നുണ്ടോ? അപ്പോൾ ഇത് അപകടമാണ്. അപ്പോൾ ഒരാൾ ജീവിതത്തെ റെഡിയാക്കേണ്ടത് അയാളുടെ ആത്മീയതയെ ശരിയായിക്കൊണ്ട. ഇന്ന് ആത്മീയത നമുക്ക് കൈമോശം വരികയാണ്. ഇന്ന് അകമില്ല, ഉള്ളില്ല. ഇന്ന് പുറമേയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും, അല്ലേ, ആഘോഷങ്ങൾ നമുക്കിന്ന് ക്രിസ്തുവിനെ നഷ്ടപ്പെടുന്ന ഇടങ്ങളായിട്ട് മാറുന്നുണ്ട്. അതാണ് ആത്മീയതയുടെ അപകടമെന്നത്. ഈ അടുത്ത നാളിലെ ഒരു വാർത്ത, ഒരു കേസാണ്. ഒരു ബാങ്ക് ഒരാൾ മോഷ്ടിച്ചു. ബാങ്കിൽ കവർച്ചയുടെ ശ്രമം, പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ദേവാലയത്തിൻ്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ്. നമ്മൾ നിൽക്കുന്നിടങ്ങൾ എന്തേ നമ്മെ സ്വാധീനിക്കാതെ പോകുന്നു? നമ്മളുടെ ആത്മീയ ഇടങ്ങൾ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഉള്ളിനെ സ്വാധീനിക്കാതെ പോകുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എന്നാൽ അത് നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ അത് ബാധിക്കുന്നില്ല. ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാവുക. ഒരിക്കൽ എല്ലാ ദിവസവും ധ്യാനം നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വരുന്ന അപ്പോൾ എനിക്കവരെ അറിയാം. എല്ലാ ദിവസവും അവർ വരും. അവരവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. അപ്പോൾ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം വരുന്നത് ആൾ ഇരിക്കുന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് പോയിരിക്കും. പിന്നെ രണ്ടാമത് വരുന്ന ആളും അയാളും തമ്മിൽ വഴക്കാണ്, ആ സ്ഥലം കിട്ടിയില്ല. മിക്കവാറും ഇവർ തമ്മിലുള്ള വഴക്ക് അവിടെ നടക്കും. ഒരു ദിവസം ഞാൻ കുർബാനയ്ക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ കുർബാനയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ 2 പേരിൽ ഒരാൾ നിൽക്കുകയാണ്. ഒരാൾ നിൽക്കുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാന ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തു. അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് 2 കുർബാന ആ കയ്യിലേക്ക് വീണു. പെട്ടെന്ന് അബദ്ധം മനസ്സിലാക്കി ഞാൻ അതിൽ നിന്നൊരു കുർബാന എടുത്ത് ഇപ്പുറത്ത് നിൽക്കുന്നയാളുടെ കയ്യിലേക്ക് കൊണ്ടുപോയപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നയാൾ കൈ പിൻവലിച്ചു. അവളുടെ കയ്യിൽ വച്ച കർത്താവിനെ എനിക്ക് വേണ്ട, അച്ഛൻ വേറൊരെണ്ണം എടുത്തതാണ്. ആത്മീയതയുടെ അപകടം അവിടെയാണ്. വേറൊരിക്കൽ ധ്യാന കേന്ദ്രത്തിൽ ഒരു ഭർത്താവും ഭാര്യയും എനിക്ക് കുറച്ച് സമ്മാനങ്ങളുമായിട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താ സമ്മാനം? അല്ല അച്ഛാ, അമ്മ ഒരു ദിവസമല്ലേ ധ്യാനത്തിന് ഒരു ദിവസമല്ലേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരുന്നുള്ളായിരുന്നു. ഞാൻ പറഞ്ഞു, അതെ. അച്ഛനിപ്പോൾ അമ്മയോട് സാധിക്കുന്ന ദിവസങ്ങളെല്ലാം വരാൻ പറഞ്ഞത് കേട്ടു. ഞാൻ പറഞ്ഞു, അമ്മ വെറുതെ ഇരിക്കുകയല്ലേ, പിന്നെ വരാൻ പറ്റുമല്ലോ. അതാ അച്ഛനൊരു സമ്മാനം തരണമെന്ന് ഓർത്തത്. ഞാൻ പറഞ്ഞു, അങ്ങ് നല്ലതാണ്, അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുന്നതിനോട് നിങ്ങൾക്ക് വലിയ താല്പര്യമാണ്, അത് നിങ്ങൾക്ക് അനുഗ്രഹമാകുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അതല്ല അമ്മ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ വീട്ടിൽ കുറച്ച് സമാധാനം, അയൽവക്കക്കാർക്ക് കുറച്ച് സ്വസ്ഥത. അതുകൊണ്ടാണ് അച്ഛനാണല്ലോ പ്രാർത്ഥനയ്ക്ക് എല്ലാ ദിവസവും വരാൻ പറഞ്ഞത്, അച്ഛനതുകൊണ്ട് ഒരു സമ്മാനം. പ്രിയപ്പെട്ടവർ, ഒട്ടും ബന്ധമില്ലാത്ത ആത്മീയത, ഒട്ടും ബന്ധമില്ലാത്ത മതാത്മകത, ഉള്ളുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരാത്മീയ മനുഷ്യനാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു ഒരു കാര്യത്തോട്, അല്ലേ? ഒരു കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലേ?
ഫലം എന്താണ് ആത്മീയ ഫലമെന്ന് വചനം പറയുന്നുണ്ട്. ഈശോ പറയുക, ഈശോ കുറ്റപ്പെടുത്തി. ഒരുപാട് പച്ചപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട്, ഒരുപാട് പച്ചപ്പ് അല്ലേ, പച്ചപ്പ് നമ്മൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. ഇതാ നല്ല സമരിയാക്കാരനെക്കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ എത്രയോ പച്ചപ്പ്, ഇല്ലാത്തവനുമായിട്ട് ആഹാരം പങ്കിടുക, ഇങ്ങനെ ഒരുപാട് പച്ചപ്പ് നമ്മൾ കാണിക്കുന്നുണ്ട്. ഒരുപാട് പച്ചപ്പ് അതുണ്ടോ? നമ്മൾ ഇപ്പോൾ അത്തിമരം ഞാനെന്ന് എൻ്റെ ക്രൈസ്തവ ജീവിതമാണ്. ആ അത്തിമരം എൻ്റെ സഭാത്മക ജീവിതമാണ്. സഭ അല്ലേ, വിശന്നപ്പോൾ യേശു അടുത്ത് വരികയാണ്. ഈശോ പറഞ്ഞു, ഞാൻ വിശക്കുന്നവനായിരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നു. കണ്ടോ, ആ വിശന്നപ്പോൾ യേശു അത്തിമരത്തിൻ്റെ അടുത്ത് വന്നു. ഈ അത്തിമരം ആരാ? ഈ അത്തിമരം ഞാൻ എന്ന അത്തിമരത്തിൻ്റെ അടുത്ത് യേശു വരുന്നുണ്ട്. അവൻ്റെ വിശപ്പ് മാറുന്നുണ്ടോ? ഞാനെന്ന സഭയാകുന്ന അത്തിമരത്തിൻ്റെ അടുത്ത് വിശക്കുന്നവർ വരുന്നുണ്ട്. പല കാരണങ്ങളെ ഓർത്ത് വിശക്കുന്നവർ വരുന്നുണ്ട്. പല കാരണങ്ങൾ, ചിലപ്പോൾ സൗഖ്യത്തിന് വേണ്ടിയാകാം, പലപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയാകാം, ചിലപ്പോൾ ഒരു അംഗീകാരത്തിന് വേണ്ടിയാകാം, പല കാര്യങ്ങൾക്ക് വേണ്ടി. എത്രയോ പേരാണ് പല കാര്യത്തെയോർത്ത് വിശക്കുന്നവർ. അവർ സമീപിക്കുമ്പോൾ അവർക്ക് വിശക്കുന്നവർക്ക് അഭയമേകാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ക്രൈസ്തവ ജീവിതത്തിന് അതിനുത്തരം കൊടുക്കാൻ പറ്റുന്നുണ്ടോ? പല രീതിയിൽ വിശക്കുന്നവർ എൻ്റെ ചുറ്റുമുണ്ട്. പല രീതിയിൽ അവർക്ക് അവരുടെ വിശപ്പിന് ഉത്തരം കൊടുക്കാൻ എൻ്റെ ക്രൈസ്തവ ജീവിതം കാരണമാകുന്നുണ്ടോ എന്ന വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ഒരു കുഞ്ഞ്, ഈ നല്ല മനസ്സ്, അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ല മനസ്സ്. ഒരു കുഞ്ഞ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അത് ഒരു സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ സ്കൂൾ പഠിക്കുമ്പോൾ അവരുടെ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ ഈ ചെറിയ കുപ്പിയൊക്കെ, അല്ലെങ്കിൽ കുട്ടികളിടുന്ന, അവിടെ എപ്പോഴും കാണും. അവിടെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സ്കൂൾ അധികാരികൾ അവർക്ക് കൊടുക്കും. ഒരു പാവപ്പെട്ട ഒരമ്മ. അപ്പോൾ ഈ സ്കൂൾ ബസ്സിൽ ചെന്നിറങ്ങുന്ന ഈ പെൺകുട്ടി ഈ ഒരു ഭിക്ഷക്കാരിയെ പോലെ ഇരിക്കുന്ന ഈ അമ്മയുടെ അടുത്ത് നിന്ന് പേര് ചോദിച്ചു. പേര് പറഞ്ഞു. എവിടെയാ വീട്? അവരെവിടെയോ ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു. അതിനറിയില്ല. ആരാ ഉള്ളത്? ആരുമില്ല. എവിടെന്നാ? ഇന്ന് ഭക്ഷണം എന്താ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താ? ഒന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് എന്താ ലഞ്ച്? ഒന്നും കഴിച്ചില്ല. അവൾ ക്ലാസ്സിൽ പോയി. ബെല്ലടിച്ചു. ക്ലാസ്സിൽ പോയി. അവൾ ഇടയ്ക്ക് കഴിക്കുന്ന ടിഫിൻ ബോക്സ് അവൾ ഉച്ചയ്ക്കത്തേക്ക് മാറ്റിവെച്ചു. അവളുടെ ഉച്ചഭക്ഷണം അവൾ ബെല്ലടിച്ചപ്പോൾ കൊണ്ടുവന്ന് ഈ സ്ത്രീക്ക് കൊടുത്തു. അവിടെ തീരുന്നില്ല. ഈ ചെറിയ പെൺകുട്ടിയുടെ പ്രതിബദ്ധത അവിടെ തീരുന്നില്ല. അവൾ ഇതെല്ലാം ചെന്ന് അവളുടെ മമ്മിയോട് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, അവൾ പറഞ്ഞതാണ്, എനിക്കൊരു കാര്യം ചെയ്യണം, എനിക്ക് എല്ലാ മാസവും ഇന്നൊരു തുക വേണം. അപ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് കാര്യം ചെയ്യണം, എനിക്ക് എല്ലാ ദിവസവും 2 ലഞ്ച് ബോക്സ് വേണം. ഇന്നും അവൾ സ്കൂളിൽ പോയത് 2 ലഞ്ച് ബോക്സുമായിട്ടാണ്. അവൾ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടാണ് അവൾ ക്ലാസ്സിൽ പോകുന്നത്. ഒരു ദിവസം അവളെ വിളിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ കയ്യിൽ പിടിച്ച് അവരുടെ വിശേഷങ്ങൾ തിരക്കിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ മനസ്സെവിടെ നിന്ന് വരുന്നു? ഈ മനസ്സാണ് അല്ലേ, മറ്റൊരാളുടെ വേദന കാണുമ്പോൾ വേദനിക്കാൻ, ആ വേദനയിൽ അല്പവാശ്വാസമാകാൻ. ആ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയ കാര്യം, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച്, അവിടെ അത്രയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഫലം നമുക്ക് അങ്ങനെയുണ്ട്. ആ കുട്ടിക്ക് സാധിച്ചുവെങ്കിൽ നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ അവഗണിക്കുക, നമ്മൾ കണ്ണ് അടയ്ക്കുകയാണ്. ഞാൻ ഓർക്കുന്നത്, ഞങ്ങളുടെ ഒരു റെക്ടറച്ചനുണ്ട്. ഇപ്പം ഞങ്ങളുടെ റെക്ടറച്ചൻ സെമിനാരി പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സെമിനാരി പഠിക്കുമ്പോൾ ഈ റെക്ടറച്ചൻ്റെ നാട് എൻ്റെ വീടിനടുത്താണ്. അപ്പോൾ റെക്ടറച്ചൻ അവധിക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളെ ഈ റെക്ടറച്ചൻ കാറിൽ കൊണ്ടുപോയി. അപ്പോൾ എന്നെ കൊണ്ടുപോയി അച്ഛൻ്റെ വീട്ടിലേക്കുള്ള സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ എന്നെ ഇറക്കി വിടും. എന്നിട്ട് ഞാൻ ബസ്സിന് പോകും.
അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പോകുമ്പോൾ എറണാകുളം ആ ഭാഗത്ത് തൃപ്പൂണിത്തുറയൊക്കെ ആ ഭാഗത്ത് അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വേണോ? അപ്പം ഞാൻ പറഞ്ഞു നിർബന്ധമില്ല. അപ്പം അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും മേടിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ തന്നു. അപ്പം ഞാൻ പോയി ഒരു ബോട്ടിൽ വെള്ളം, എന്തോ സ്നാക്സ് എന്തോ മേടിച്ച് എനിക്കും അച്ഛനും ഡ്രൈവർക്കും ഉള്ള സ്നാക്സ് മേടിച്ച് വരികയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് പോയി എൻ്റെ കാര്യം ചെയ്തു വന്നു. അപ്പം അച്ഛൻ, ഞാൻ കാറിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു അത് കണ്ടോ? അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു നാടോടി സ്ത്രീ, 2 കുട്ടികൾ. അച്ഛൻ പറഞ്ഞു അവർ വല്ലതും കഴിച്ചോന്ന് ചോദിക്കേ. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചെന്നു. അപ്പം അവർ കൈ നീട്ടി. അച്ഛൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് കടയിൽ നിന്ന് സ്നാക്സും ഒരു ബോട്ടിൽ കൂൾ ഡ്രിങ്ക്സും മേടിച്ചു കൊടുത്തിട്ട് ഞാൻ തിരികെ വണ്ടിയിൽ വരുമ്പോൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക. അപ്പം ഞാൻ വണ്ടിയിൽ വന്ന് കയറിയപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇയാൾ കടയിലേക്ക് പോകുമ്പോഴും ആ കടയിൽ നിന്ന് സാധനം മേടിച്ചിറങ്ങുമ്പോഴും അവരോട് ഇരിപ്പുണ്ട്, അവരെ കണ്ടില്ലായിരുന്നോ? ഞാൻ പറഞ്ഞു അത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യണം, അവഗണിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറുതായിരിക്കും, നമുക്ക് വലിയ മാറ്റമൊന്നും വരാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഒരാളെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യണം. ഇപ്പം ഞാൻ ഓർക്കുകയാണ്, ഈ അച്ഛൻ കാറിലിരിക്കുന്നു, ഇദ്ദേഹം ഞങ്ങളുടെ സഭയുടെ സുപ്പീരിയർ ജനറലായിരുന്നു, പ്രൊവിൻഷ്യാളായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ മുമ്പിലൂടെ പോയിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തത് ഈ അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ്, ഈ കാഴ്ചയാണ് നമുക്ക് വേണ്ടതെന്ന്, ഈ ആത്മീയതയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം അച്ഛൻ ഒരുപാട് പേർക്ക് എൻ്റെ അഭിപ്രായം, എൻ്റെ ഒരറിവിൽ തന്നെ എത്രയോ ഭവനമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്തു. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെ അറിയാവുന്നവർക്കും ഞാനിത് പറയുന്നത് കേൾക്കുന്നവർക്കും ആളെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ആയിരിക്കുന്നിടങ്ങളിൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുക. ഇതാണ് ക്രൈസ്തവ ജീവിതം. നമ്മൾ ക്ഷമിക്കുക, അല്ലേ? റാണി മരിയായുടെ കുടുംബം ആ സമീന്ദ്ര സിംഗിനോട് ക്ഷമിച്ചപ്പോൾ അവിടെ വെളിപ്പെട്ടത് എന്താണ് ക്രൈസ്തവ ജീവിതമെന്നാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുക, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുക, വിശക്കുന്നവൻ ആഹാരം കൊടുക്കുക. ഈ ആത്മീയതയിലേക്ക് നമ്മൾ നടന്നെടുക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ആത്മീയത നമുക്ക് നൽകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ധ്യാനത്തിന് വേണ്ടി തരുന്ന വചനം ഇതാണ്. ജെറമിയ 17 അധ്യായം 7-8 തിരുവചനങ്ങൾ. ജെറമിയ 17:7-8 തിരുവചനങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനുൽക്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായി മാറുവാൻ ദൈവത്തിൻ്റെ കാരുണ്യം അപേക്ഷിക്കാം. വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും
അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിനും അന്തിനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ആദിനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വയയാഗമായോനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഒരു ഉണ്ടായിരിക്കട്ടെ. നിമിഷം പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി വചനം പറയുന്നു. അവൻ ഇറങ്ങി വന്നവരുടെ മധ്യേ നിന്നു. അവരെല്ലാവരും അവനെ തൊടുവാൻ ആഗ്രഹിച്ചു. കാരണം അപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഈശോയെ, ഈ മണിക്കൂറിൽ അങ്ങ് ഞങ്ങളുടെ മധ്യ ഇറങ്ങി നിൽക്കണമേ. അങ്ങ് വിശുദ്ധ കുർബാനയായത്, അങ്ങ് അപ്പമായത് ഞങ്ങളുടെ കൂടെ വസിക്കുവാനാണ്. യേശുവേ, ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളെയും സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടങ്ങളെ യേശുവെ സമർപ്പിക്കുന്നു. അവിടെയെല്ലാം യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ ശക്തി വെളിപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ, ഞങ്ങൾ ജോലി ചെയ്യുന്നിടങ്ങളിൽ, ഞങ്ങളുടെ ജീവിത ചുറ്റുപാടുകളിൽ യേശുവിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ വേണ്ടി, യേശുവിൻ്റെ കൃപ ഇറങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിടുമപ്പമേ ആരാധന. സ്വർഗീയ സന്തോഷം ഹൃത്തടത്തിൽ നൽകിടുമപ്പമേ ആരാധന. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം വചനം പറയുകയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ
എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈശോ പഠിപ്പിച്ചു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അവന് വിശന്നപ്പോൾ തളിരിട്ട് നിൽക്കുന്ന ഒരത്തിമരം കണ്ടു. അതിൽ പഴങ്ങൾ കാണും എന്ന് വിചാരിച്ച് അതിനെ സമീപിച്ചു. എന്നാൽ ഇലകളല്ലാതെ ഒന്നും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം അത് യേശുവിനെ പിന്തുടരുന്ന ജീവിതമാണ്. ഈശോ പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് വരട്ടെ. അവൻ സ്വയം പരിത്യജിക്കലിൻ്റെ ജീവിതം ക്രൈസ്തവ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പിന്തുടരുന്നത് ഈ ക്രൈസ്തവ ജീവിതമാണോ? ഞാൻ ക്രൈസ്തവ ജീവിതം ജീവിക്കുന്ന വ്യക്തിയാണോ? എന്താ ക്രൈസ്തവ ജീവിതം? അവൻ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം വരുന്നത് അനുസരണക്കേട് വഴിയാണ്. എന്നാൽ അബ്രാഹാം എന്ത് ചെയ്തു? അനുസരിച്ചു. വചനം പറയുന്നു, അതവന് നീതിയായി. ജോസഫ്, മറിയം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കുന്നു. അത് രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കമാകുന്നു. അത് യേശുവിലൂടെയുള്ള രക്ഷ നമ്മൾ സ്വീകരിക്കുവാൻ കാരണമാകുന്നു. ജോസഫിനൊരു ഇഷ്ടമുണ്ടായിരുന്നു, എന്നാൽ ജോസഫ് അനുസരിച്ചു. മറിയം ഇതാ കർത്താവിൻ്റെ ദാസി, അനുസരിച്ചു. യേശു ബലിയോളം അനുസരണയുള്ളവനായി. വിശുദ്ധ കുർബാന നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു. വിശുദ്ധ കുർബാന എന്താണ്? അത് അനുസരണത്തിൻ്റെ കൂദാശയാണ്. അവൻ ബലിയോളം, മരണത്തോളം അനുസരണയുള്ളവനായി വചനം പറയുന്നു. അപ്പോൾ ക്രൈസ്തവ ജീവിതം അനുസരണത്തിൻ്റെ ജീവിതമാണ്. എവിടെയെല്ലാം അനുസരണത്തിന് വിരുദ്ധമായ കാര്യം സംഭവിക്കുന്നുവോ, ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ ലൈഫ്. അത് നമ്മൾ മനസ്സിലാക്കുക. ദൈവമേ, അനുസരിക്കുവാൻ. എവിടെയെല്ലാം സഹനമുണ്ടോ, ഇതാ നമ്മൾ കാണുന്നുണ്ട്. കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ദരിദ്രർ ഭാഗ്യവാന്മാർ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്താ ക്രൈസ്തവ ജീവിതം? ജീവിത രീതിയാണ്. അത് നമ്മളിന്ന് ഒരു മതാത്മകതയിൽ കൊണ്ടുപോയി ബന്ധിച്ചിടുകയാണ്. കുറേ ആചാരങ്ങളിൽ കൊണ്ടുപോയി ബന്ധിച്ചിടുകയാണ്. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളിതെല്ലാം ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ഇത് മറക്കുന്നു. ഇതൊന്നും മറക്കാതെ നിങ്ങൾ ഇത് ചെയ്യണം എന്ന് വെച്ചാൽ ഈശോ നിയമത്തെ ഇല്ലാതാക്കുകയല്ല, പൂർത്തീകരിക്കുകയാണ്. എത്ര കൃത്യമായിട്ടാണ് ഈശോ ഫരിസേയരെ, നിയമജ്ഞരെ വിമർശിക്കുന്നത്, കപടനാട്യക്കാരെ എന്ന് വെച്ചാൽ അവർ മതാത്മകതയിൽ നിൽക്കുകയാണ്. അവർ കൃത്യം സിനഗോഗിൽ പോകുന്നു, ദശാംശം കൊടുക്കുന്നു, ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, സാബത്ത് അനുഷ്ഠിക്കുന്നു, എല്ലാം. പക്ഷേ അവിടെയാണ് ഈശോ പറയുന്നത്, ബലിയല്ല, കരുണയാണ്. ഞാൻ ക്രൈസ്തവ ജീവിതത്തിൽ വളരണം. യേശുവേ, ഞാൻ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ഈശോ പറഞ്ഞു, ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറു ചെകിടം കൂടി കാണിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, നിന്നിൽ നിന്ന് എന്തെങ്കിലും അപഹരിക്കാൻ ആഗ്രഹിക്കുന്നവന് കൊടുക്കുക, ഒരു മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ നടക്കുക. ഇതാണ് ക്രൈസ്തവ ജീവിതം. ഇതാണ് യേശു പറഞ്ഞ എൻ്റെ പിന്നാലെ വരിക എന്നുള്ള വാക്യത്തിനെ
അർത്ഥമാക്കുന്ന ജീവിതം. നമുക്ക് ഓർക്കാം, ഞാനായിരിക്കുന്നിടങ്ങളിൽ ഞാൻ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയാണോ? യേശു പഠിപ്പിച്ചു, അത് വരൾച്ചയുടെ കാലത്തും ഫലം പുറപ്പെടുവിക്കും. അത്തിമരത്തെ ശപിക്കുമ്പോൾ ഒരു വചനം അവിടെ എഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. എന്ന് വെച്ചാൽ അനുകൂല സാഹചര്യത്തിൽ മാത്രം ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഒരു ക്രൈസ്തവൻ. എന്നെ സ്നേഹിച്ചാൽ സ്നേഹിക്കുക, എന്നോട് നന്മ ചെയ്താൽ നന്മ ചെയ്യുക, എന്നെ സഹായിക്കുന്നവരെ സഹായിക്കുക, ഞാൻ പറയുന്നത് കേട്ടാൽ അനുസരിക്കുക. ഇങ്ങനെ അത് ക്രൈസ്തവ ജീവിതമല്ല. എന്നെ സ്നേഹിക്കുന്നവർ, ഈശോ പറഞ്ഞു, കള്ളന്മാരും കൊള്ളക്കാരും പോലും അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് എന്താ വ്യത്യാസം? പ്രിയപ്പെട്ടവരെ, അതിനപ്പുറത്തുള്ളതാണ് ക്രൈസ്തവ സ്നേഹം. നിങ്ങൾ കേട്ടിട്ടുണ്ട് കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുക. ഇതാണ് ക്രൈസ്തവ ജീവിതം. ആ ക്രൈസ്തവ ജീവിതം എനിക്കുണ്ടോ? എൻ്റെ ഉള്ളിൽ ഒരു ക്രൈസ്തവ ജീവിതം, ഒരു ക്രിസ്തു ജീവിതമുണ്ടോ? എളിമയുള്ള, ദാരിദ്ര്യമുള്ള, വിനയമുള്ള, വിശുദ്ധിയുള്ള, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ നന്മ കാണുന്നൊരു ജീവിതം എനിക്കുണ്ടോ? ഇതാണ് പ്രിയപ്പെട്ടവരെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതം. ഈശോ പറഞ്ഞു, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. യേശുവേ, ഒരു ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ ആത്മീയത എനിക്ക് നൽകണേ. യേശുവേ, നിൻ്റെ വഴിയിൽ നടക്കാൻ ഈ കൃപ നൽകണമേ. ഇത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ ഒരു അഭിഷേകം വരട്ടെ. ഞാനായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ, ക്ഷമയുടെ, വിശുദ്ധിയുടെ, പ്രാർത്ഥനയുടെ ഫലം പുറപ്പെടുവിക്കുവാൻ, മറ്റൊരു വ്യക്തിക്ക് ഫലം കൊടുക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഈ ആത്മീയ ജീവിതം നമ്മിൽ വരട്ടെ. ഈശോ പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പുറം വൃത്തിയാക്കുന്നു, അകം എല്ലാ മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അകം കൂടി വൃത്തിയാക്കണ്ടേ? ഈശോ ചോദിക്കുന്നു. അതിനാൽ അകം വൃത്തിയാക്കാനുള്ള സമയമാണ് നോയമ്പ് കാലഘട്ടം. ക്രൈസ്തവികതയിൽ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെയുള്ള ജീവിതത്തിൽ വളരാനുള്ള കാലഘട്ടമാണിത്. നമുക്ക് നമ്മെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഞാൻ ക്രൈസ്തവ ജീവിതത്തിൽ വളരട്ടെ, ഞാൻ ആത്മീയ വളർച്ചയുള്ള ഒരു വ്യക്തിയായിട്ട് മാറട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. കൃപയായി നിറയണമേ, 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 കൃപയായി നിറയണമേ. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രസംഗിച്ചു, നിന്റെ നാമത്തിൽ രോഗികളെ സുഖമാക്കി, നിന്റെ നാമത്തിൽ പിശാചുകളെ ഒഴിപ്പിച്ചു. അപ്പോൾ അവൻ പറയുന്ന മറുപടി, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക. അനീതി, ദൈവഹിതത്തിനെതിരായ കാര്യങ്ങൾ. അവർ പറയുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതെല്ലാം ചെയ്തു. ഈശോ പറഞ്ഞു, നിങ്ങൾ ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുക. വിനാശത്തിലേക്ക് നയിക്കുന്നത് വിസ്താരമേറിയ വാതിലാണ്. ഇടുങ്ങിയ വഴി. ഞാൻ എളിമപ്പെടുമ്പോൾ, ഞാൻ അനുസരിക്കുമ്പോൾ, ഞാൻ എനിക്കുള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കുമ്പോൾ
ഞാൻ പരാതികളില്ലാതെ ജീവിക്കുമ്പോൾ, എൻ്റെ ചെറിയ സൗകര്യത്തിൽ ഞാൻ സന്തോഷവാനായിട്ട് ജീവിക്കുമ്പോൾ, എനിക്ക് കിട്ടുന്ന വരുമാന മാർഗത്തിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, എനിക്ക് കിട്ടുന്ന നിസ്സാര വരുമാനത്തിൽ നിന്ന് എന്നെക്കൊണ്ട് കഴിയാവുന്നൊരു സഹായം ഞാൻ ചെയ്യുമ്പോൾ, ഇതെല്ലാം ഇടുങ്ങിയ വഴിയിലൂടെയുള്ള പോക്ക. എനിക്കൊരു ചെറിയ വരുമാന മാർഗമുണ്ട്, അതുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ, അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ, അതിൽ നിന്ന് ഒരു ചെറിയ സഹായം അർഹിക്കുന്നവന് ചെയ്യുമ്പോൾ അത് ഇടുങ്ങിയ വഴിയാണ്. എനിക്കറിയാം, ഞാൻ അനുസരിക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. ഞാൻ പറഞ്ഞതിൽ കുറേ സത്യങ്ങളുണ്ട്. എങ്കിലും യേശുവിൻ്റെ കുരിശിനെ പ്രതി ഞാൻ അനുസരിക്കുമ്പോൾ അതിടുങ്ങിയ വഴിയാണ്. വിനാശത്തേക്കുള്ള വഴി നാശത്തിൻ്റെതാ. പ്രിയപ്പെട്ടവരെ, ഞാൻ പോകുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയാണ്. വിനാശത്തിൻ്റെ വഴി എനിക്കൊരു പ്രഷർ നൽകുന്നുണ്ട്. എൻ്റെ കണ്ണിന് ആശ നൽകുന്നതെല്ലാം, കണ്ണിന് കൗതുകരമായതെല്ലാം എനിക്ക് വേണം. എൻ്റെ ശരീരത്തിന് ആവശ്യമായതെല്ലാം, എൻ്റെ ശരീരത്തിന് ആഗ്രഹം നൽകുന്നതെല്ലാം എനിക്ക് വേണം. അത് എനിക്ക് പ്രഷർ നൽകുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നു. ഞാൻ നടക്കുന്നത് ഇടുങ്ങിയ വഴിയിലൂടെയാണോ? എനിക്കിപ്പോൾ ഒരു രോഗമുണ്ട്, ഞാനത് മാറാൻ പ്രാർത്ഥിച്ചു, ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എനിക്ക് പരാതിയില്ലാത്ത ജീവിതം. ഇപ്പോൾ എനിക്ക് നൽകിയതെല്ലാം ദൈവം നൽകിയ ദാനമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ ജീവിക്കുന്നു. ഇടുങ്ങിയ വഴിയാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ വേദന കാണുമ്പോൾ, എൻ്റെ അടുത്തൊരു കുടുംബത്തിൻ്റെ വേദന കാണുമ്പോൾ, ആ കുടുംബത്തിൻ്റെ വേദന എൻ്റെ വേദനയായി കണ്ട് ഞാൻ ആരുമറിയാതെ എൻ്റെ സ്വകാര്യതയിൽ ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിനെ ഓർത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ അതിടുങ്ങിയ വഴിയാണ്. ഒരു പക്ഷേ ഞാൻ ആരാലും അറിയപ്പെടാതെ പോകുന്നുണ്ട്. എന്നാൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ, ദാരിദ്ര്യ അരൂപിയിൽ ഞാൻ ജീവിക്കുമ്പോൾ, വിശുദ്ധിയിൽ ഞാൻ ജീവിക്കുമ്പോൾ, അനുസരണത്തിൻ്റെ അരൂപിയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാവുകയാണ്. ഇതിലേക്കാണ് ഈശോ വിളിക്കുന്നത്. അതാണ് രക്ഷയ്ക്ക് കാരണമാകുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മൾ യേശുവിനെ ധ്യാനിക്കുമ്പോൾ യേശുവിൽ അവൻ ജനിക്കുന്നത് കാലിത്തൊഴുത്തിൽ. ഒരു പക്ഷെ നമ്മൾ ആരും അത്ര മോശം സാഹചര്യത്തിൽ ജനിച്ചിട്ടില്ല. ഇടുങ്ങിയ വഴി ഈശോ പഠിപ്പിച്ചു. കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. ഇടുങ്ങിയ വഴി. അവൻ മറ്റൊരാളുടെ കല്ലറയിൽ അടക്കപ്പെട്ടു. അവൻ നഗ്നനായി കുരിശിൽ കിടക്കുന്നു. അവൻ്റെ ജീവിതം മുഴുവനും അനുസരണത്തിൻ്റെതാ. അവൻ്റെ ജീവിതം മുഴുവനും ദാരിദ്ര്യത്തിൻ്റെതാ. അവൻ്റെ ജീവിതം മുഴുവനും വിശുദ്ധിയുടേതാ. അതാണ് ഇടുങ്ങിയ വഴി. ഇതാ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ യേശുവിനെ അനുഗമിക്കുന്നുണ്ടോ? ഈ യേശുവിനെ കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക. എൻ്റെ വ്യക്തിജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, സഭ ഈ യേശുവിനെ അനുഗമിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈശോയോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ദൈവമേ, എനിക്ക് ആവശ്യമുള്ളതെല്ലാം നീ നൽകണേ. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങളെ നീ അവഗണിച്ചാലും എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തിത്തരണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം യേശുവേ, നീ തരുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ, നന്ദി പറയാൻ, പരാതിയില്ലാതെ ജീവിക്കാൻ, ഏത് സാഹചര്യത്തിലും സന്തോഷത്തോടെ ആയിരിക്കാൻ, ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൃപ തരണേ. പ്രാർത്ഥിക്കുക. നമ്മളെ പൂർണ്ണമായും ഒരു നിമിഷം നമ്മുടെ കുടുംബത്തെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഈ ആരാധനയോട് ചേർത്ത് വയ്ക്കുക. ഈ ആരാധനയോട് ചേർത്ത് വെച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി വചനം: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ തീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത്
ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ വരട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിച്ച് നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. അനുസരിക്കാൻ കൃപയേകണേ, അനുഗമിക്കാൻ വിളിയേകണേ. അനുസരിക്കാൻ കൃപയേകണേ, അനുഗമിക്കാൻ വിളിയേകണേ. അനുസരിക്കാൻ കൃപയേകണേ, അനുഗമിക്കാൻ വിളിയേകണേ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം ജെറമിയ 17:78. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും.